പാഠം 1051. ഒരു വൻ ശുപാർശയുടെ കഥ. സംസ്ഥാനത്തെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ കൂട്ടപ്പിരിച്ചുവിടൽ. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് പല സ്ഥാപനങ്ങളും മുന്നറിയിപ്പില്ലാതെ ജീവനക്കാരെ പിരിച്ചുവിടുന്നത്. അപ്രതീക്ഷിതമായുണ്ടായ തീരുമാനത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ടവർ ആശങ്കയിലാണ്. എന്താ ഇവിടെ ഉണ്ട്, പറഞ്ഞു. നീ എപ്പോഴും പറയാറില്ലേ, എന്താ? സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് എണ്ണിച്ചുട്ട അപ്പം പോലെ വളരെ തുച്ഛമായ ശമ്പളമേ കിട്ടുന്നുള്ളൂ, കഴിവുള്ളവർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പോകുന്നതാണ് നല്ലത് എന്നൊക്കെ. നീ വാർത്ത വായിച്ചോ? എന്താ? സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്നു എന്ന്. അതായിരുന്നു എത്ര വലിയ കാര്യം. അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. നിനക്കത് പറയാം. കാരണം ജോലി പോയത് നിന്റെ അല്ലല്ലോ. ജോലി പോയവർ നക്ഷത്രം എണ്ണിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പത്രവാർത്ത. ഇതാണ് ഭാമേ സർക്കാർ ജോലിയുടെ ഗുണം. സർക്കാർ ജോലി കിട്ടിയാൽ മാന്യമായ ശമ്പളം കിട്ടും. ജോലി സമയത്തിന് കൃത്യം കണക്കുണ്ട്. ഒരു ദിവസം രാവിലെ വന്ന് മതി, നിങ്ങളുടെ സേവനം മതി, നീ പൊയ്ക്കോ എന്നാരും പറയില്ല. പെൻഷനായി പിരിഞ്ഞാലും മരിക്കുന്നത് വരെ പെൻഷൻ. ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്കും, ഭാര്യ മരിച്ചാൽ ഭർത്താവിനും കുടുംബ പെൻഷൻ. ഇത്രയൊക്കെ സൗകര്യം വേറെ എവിടെ കിട്ടും? മോനട്ടാ, എണ്ണിച്ചുട്ട് കിട്ടുന്ന കാശ് കൊണ്ട് കഷ്ടപ്പെട്ട് ജീവിച്ചിട്ട് മരിക്കാറാവുമ്പോ പെൻഷൻ കിട്ടിയിട്ട് എന്താ മോനട്ട കാര്യം? സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ എത്ര രൂപ ശമ്പളം കൊടുക്കുന്ന മോഹനട്ടൻ അറിയാമോ? ജീവിക്കുമ്പം അന്തസ്സായിട്ട് ജീവിക്കാനുള്ള പൈസ വേണം. അതിന് സർക്കാർ ജോലിക്കാട്ട് നല്ലത് സ്വകാര്യ സ്ഥാപനങ്ങൾ തന്നെയാണ്. ഞാൻ നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു എന്ന കാര്യം നിനക്കറിയാമോ? പയ്യൻ സർക്കാർ ഉദ്യോഗസ്ഥനാണെന്നുള്ള ഒറ്റ ന്യായം പറഞ്ഞ് എന്റെ അച്ഛൻ കൊണ്ട് ഈ കല്യാണത്തിന് സമ്മതിപ്പിച്ചത്. നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷവും ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെയാണ് എന്നുള്ള കാര്യവും നിനക്കറിയാം. കല്യാണത്തിന് ശേഷം ഇതുവരെ നീ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ടോ? അതെനിക്ക് മനസ്സിലായില്ല. എന്താണ് മനസ്സിലാവാത്തത്? കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലത്തിനകം നീ പട്ടിണി കിടന്നിട്ടുണ്ടോ? ഇല്ല. ആവശ്യത്തിനുള്ള വസ്ത്രങ്ങൾ നിനക്ക് ഉണ്ടോ? അസുഖങ്ങൾ വന്നപ്പോൾ ആശുപത്രിയിൽ പോവുകയും മരുന്ന് വാങ്ങുകയൊക്കെ ചെയ്തിട്ടില്ലേ? ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഭാര്യയായ നിനക്ക് ഇതുവരെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വ്യക്തം. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എനിക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് ഞാൻ നിന്നെ ഒരു കുറ്റവും കുറവുമില്ലാതെ പോറ്റിയിട്ടുണ്ട് എന്നുള്ളത് സത്യം. എന്നിട്ടാണോ നീ പറയുന്നത് ഈ കാലത്ത് സർക്കാർ ഉദ്യോഗം കൊണ്ട് ഒരു ഗുണവും ഇല്ല എന്ന്? അതായിരുന്നു അപ്പൊ ഈ പറഞ്ഞു വന്നത്. ഞാൻ ജീവിച്ചതേ മോഹനേട്ടൻ തന്ന പൈസ കൊണ്ട് മാത്രമല്ല. എനിക്കൊരു തൊഴിലുണ്ട്, തരക്കേടില്ലാത്ത വരുമാനവും ഉണ്ട്. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ സുഖമായിട്ട് ജീവിച്ചത്. നിനക്ക് എങ്ങനെ കാശ് ഉണ്ടെന്നും ഒരുപാട് കാശ് കിട്ടുന്നുണ്ടെന്നും ഒക്കെ നമുക്ക് വെറുതെ പറയാം. പക്ഷേ അത് വെറും പറച്ചിൽ മാത്രമാ. ഈ മാസത്തിൽ ഇതുവരെ ഒരു 10 പൈസ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. പക്ഷേ എല്ലാ ദിവസവും നീ വയറ് വെറുക്ക ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, വണ്ടിക്ക് പെട്രോൾ അടിക്കുന്നുണ്ടല്ലോ, ബാക്കി വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ടല്ലോ. എങ്ങനെ എങ്ങനെ? മോഹനേഷ് സാറിന് സ്ഥിരമായൊരു ജോലി ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് സർക്കാർ ഉദ്യോഗത്തെ കുറ്റം പറയുന്നത് മര്യാദകേടാണ്. ഞാൻ വില്ലേജ് ഓഫീസർ ആയതുകൊണ്ട് മാത്രമാണ് നീ പട്ടിണി കിടന്ന് ചാകാത്തത്. അതെ, വായത്തൊന്ന് എന്തേലുമൊക്കെ വിളിച്ചു പറഞ്ഞിട്ടും പോന്നാ മതിയോ? എല്ലാത്തിനും കണക്ക് വേണ്ടേ? എന്ത് കണക്ക്? ഈ മാസം ഇതുവരെയായിട്ടും എനിക്ക് പൈസ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുള്ള കാര്യം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ
ഇന്ന് 17-ാം തീയതിയേ ആയിട്ടുള്ളൂ. ഇനിയുമുണ്ട് 14 ദിവസം. 3 കേസിന്റെ ഫീസ് എനിക്ക് കിട്ടാനുണ്ട്. കിട്ടാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? എന്താ? കിട്ടിയാലല്ലേ കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റൂ. കാരണം നീ ഒരു വക്കോലാണ്. ചില കക്ഷികൾ പൈസ തന്നൂന്നിരിക്കും, ചിലർ കാശ് തരാതെ ഉള്ളിക്കളയും, ചിലർ പിന്നെ തരാൻ വക്കീലേ എന്ന് പറയുന്ന പോവും. ഒന്നിനും ഓരോറപ്പുമില്ല. പക്ഷേ ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം അങ്ങനെയല്ല. മാസാമാസം കൃത്യമായി ശമ്പളം കിട്ടും. ഒരിക്കലും അത് മുടങ്ങില്ല. ശരി, അങ്ങനെ മാസാമാസം ശമ്പളം കിട്ടുന്നു എന്നുള്ളത് ഞാൻ സമ്മതിച്ചു. പക്ഷെ എത്ര രൂപ മോഹനേട്ടാ? മോഹനേട്ട കാര്യം തന്നെ നമുക്ക് എടുക്കാം. മാസത്തിൽ 26 ദിവസം രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെ ജോലി ചെയ്താൽ കിട്ടുന്നത് എത്ര രൂപയാ? 25,000 രൂപ. ഒരു നല്ല കേസ് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്രയും രൂപ ഉണ്ടാക്കാൻ എനിക്ക് വെറും 2 ദിവസം മതി. 2 ദിവസം. അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. ഒരു ജോലി ചെയ്യുന്നത് കൊണ്ട് ശമ്പളം വാങ്ങുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമല്ല ഉണ്ടാകേണ്ടത്. മനുഷ്യന്റെ മനസ്സിന് സന്തോഷം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെടുന്നത് നമ്മുടെ നാട്ടിലെ പാവം മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. നീയോ? കള്ളന്മാർക്കും കൊലപാതകൾക്കും വേണ്ടിയിട്ട്. ഈ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരെ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് അവരുടെ കാര്യമല്ലാതെ വേറെ ഒരു കാര്യവുമില്ല. മറ്റുള്ളവർക്ക് വേണ്ടി ചെറുവിരൽ അനക്കാൻ പോലും അവർ തയ്യാറുമല്ല. അത്തരം ആളുകളാണ് ഈ സമൂഹത്തിന്റെ തന്നെ ശാപം. എന്താ സംശയം? സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന ഈ സ്വകാര്യ ജീവനക്കാരെയൊക്കെ നാട് കടത്തണം. നാട്ടുകാരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന സ്വകാര്യ മുതലാളിമാരെയും അവരുടെ സ്ഥാപനങ്ങളൊക്കെ നശിപ്പിക്കാതെ ഈ നാട് നന്നാവില്ല. വിളിക്കുന്നുണ്ട്. നമുക്ക് ഈ കാര്യത്തിൽ ഉത്തമന്റെ അഭിപ്രായം ചോദിച്ചു നോക്കാം. ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. സർക്കാർ സ്ഥാപനങ്ങൾ നാട്ടുകാർക്ക് നന്മ വരുത്താൻ ശ്രമിക്കുമ്പോ സ്വകാര്യ സ്ഥാപനങ്ങൾ നാട്ടുകാരെ കൊള്ളയടിക്കുന്നു. അതിലിപ്പോ എത്ര സംശയം? എന്താ? ഞാൻ കുളിക്കാൻ പോകുന്നു. കുളിച്ചിട്ട് വരുമ്പോഴേക്കും കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെച്ചാൽ നിനക്ക് കൊള്ളാം. വക്കീലേ, നമസ്കാരം. നമസ്കാരം. സാറല്ലേ ഇവിടെ? ഉണ്ട്, ഞാൻ വിളിക്കാം. അല്ലല്ല, വേണ്ട, വിളിക്കണ്ട. സത്യത്തിൽ ഞാൻ വന്നതേ സാറിനെ കൊണ്ടൊരു കാര്യം സാധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലല്ല, അത് പക്ഷെ വക്കീലൂടെ വിചാരിച്ചാലേ നടക്കുള്ളൂ. അതെന്ത് കാര്യമാണോ? നമ്മുടെ തേക്കൻകാട്ടിലെ പരമേശ്വര ചേട്ടനെ ഇന്നലെ രാവിലെ എന്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. ഇവിടെ വന്നത് വക്കീലിനോട് ഇന്നലെ തന്നെ പറയണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഞാനതങ്ങ് മറന്നുപോയി. നന്നായി. ഇപ്പൊ കാര്യം പറ. പരമേശ്വര ചേട്ടൻ ഒരു മോളുണ്ട്, ശ്രീദേവി. വക്കീലിനറിയാം. പഠിക്കാനൊക്കെ നല്ല മിടിക്കുക. നല്ല മാർക്കോടുകൂടി ഡിഗ്രി പാസ്സാവുകയും ചെയ്തു. തുടർന്ന് പഠിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ആ വീട്ടിന്റെ അവസ്ഥ വക്കീലിന് അറിയാലോ. ആകെ കഷ്ടപ്പാടില്ല. ശ്രീദേവിക്ക് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ തൽക്കാലം പിടിച്ചേക്കാന്നാണ് പരമേശ്വര ചേട്ടൻ പറയുന്നത്. ഇതിലിപ്പോ ഞാൻ എന്താ വേണ്ടതെന്ന് പറ. വിശ്വനാഥ സാറിന്റെ ആഫീസിൽ ഒരു ജോലിക്ക് ഒഴിവുണ്ട്. ശ്രീദേവിക്ക് പറ്റിയ ജോലിയാണ്. പക്ഷെ ആരെങ്കിലും ഒരാൾ ശുപാർശ ചെയ്താലേ കാര്യം നടക്കൂ. ഞാൻ പറഞ്ഞു നടക്കൂ? അല്ല, മോഹനയുടെ സാറും വിശ്വനാഥ സാറും തമ്മിലുള്ള ബന്ധം പരമേശ്വരൻ ചേട്ടൻ അറിയാം. അതുകൊണ്ട് പരമേശ്വരൻ ചേട്ടൻ എന്നെ വിളിച്ച് ഈ കാര്യം പറഞ്ഞു. മോഹനയുടെ സാർ ഒന്ന് ശുപാർശ ചെയ്ത് കഴിഞ്ഞാൽ ആ കുടുംബം രക്ഷപ്പെടും. മതി. അത് നടക്കാനുള്ള സാധ്യത ഒട്ടുമില്ല. അതെന്ത് വക്കീലേ? സ്വകാര്യ സ്ഥാപനങ്ങൾ ഈ നാടിന് മുഴുവൻ ദോഷമാണ്, എല്ലാം പൂട്ടിക്കണമെന്ന് ഇതാ മോഹനേട്ടൻ ഇപ്പൊ അങ്ങ് പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. അങ്ങനെയുള്ള മോഹനേട്ടന് ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിക്ക് ശുപാർശ ചെയ്യുമെന്ന് ഉത്തമന് തോന്നുന്നുണ്ടോ? ഉണ്ടോ? അയ്യോ, അങ്ങനെ പറയല്ലേ വക്കീലെ. വക്കീൽ എങ്ങനെയെങ്കിലും പറഞ്ഞ് സാറിനൊന്ന് സമ്മതിപ്പിക്കണം. നമുക്ക് വേണ്ടപ്പെട്ട അല്ല, വക്കീല് പറഞ്ഞാൽ സമ്മതിക്കും. ഞാൻ വിചാരിച്ച ഒരിക്കലും നടക്കില്ല ഉത്തമ. ഉത്തമന്റെ കാര്യം ചെയ്യും. ആ ശ്രീദേവിയോട് ഇവിടെ വന്ന് നേരിട്ട് മോഹനോട് സംസാരിക്കാൻ പറ. ശ്രീദേവി പറഞ്ഞാ ചിലപ്പോ മോഹനോട് കേൾക്കുമായിരിക്കും. പക്ഷെ ഒരു കാര്യം, ഇവിടെ വന്ന് സ്വകാര്യ സ്ഥാപനങ്ങളെ പറ്റി പുകഴ്ത്തി പറയുകയോ സർക്കാർ സ്ഥാപനങ്ങളെ പറ്റി മോശം പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ സംഗതി ആകെ കുഴപ്പമാവും. അതൊന്നും മേടിക്കണ്ടേ. ഞാൻ ഇപ്പൊ തന്നെ ശ്രീദേവി വിളിച്ച് കാര്യം പറയാം. ഇവിടെ വന്ന് പറയേണ്ടത് എന്താണെന്നുള്ളതിന്റെ ഒരു ക്ലാസ്സും കൊടുത്തതിന് ശേഷം ഞാൻ അവളെ ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അവൾ ആള് മിടിക്കുകയാണ്, അങ്ങനെ തന്നെ പറഞ്ഞോളൂ.
ശരി, എങ്കിൽ പെട്ടെന്ന് വരാൻ പറ. ഓ, ഓ, ഓ. 9:38 ആകുമ്പോഴേക്കും മോഹനേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് പറയാം. പിന്നെ ഇന്ന് എന്നെ ശുപാർശ ചെയ്താലേ കാര്യം നടക്കൂ. ഇല്ലെങ്കിൽ ആ ജോലി വേറെ ആരെങ്കിലും കൊണ്ടുപോകും. അപ്പൊ ശ്രീദേവിയോട് പെട്ടെന്ന് വരാൻ ഞാൻ പറയാം. ശരി. പിന്നെ വക്കീലെ, അവള് വരുന്നതിന് മുമ്പേ വക്കീല് നയത്തില് കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ച് വച്ചേക്കണം. ഞാനൊന്ന് നോക്കട്ടെ. എന്തായാലും ഈ പരമേശ്വരൻ ചേട്ടൻ ഒരു വലിയ ഉപകാരിയാ. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യാം. അത് മതി, അത് മതി, അത് മതി. ശരി, ശരി. കഷ്ടം, രാവിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കളിയാക്കിയത് വലിയ മോശമായി പോയി. എനിക്ക് സർക്കാർ ഉദ്യോഗത്തിലൊന്നും വലിയ താല്പര്യമില്ല ഉത്തമൻ ചേട്ടാ. ഇനിയുള്ള കാലത്ത് അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ മോഹനേഷ് സാറ് ശുപാർശ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരൊറ്റ വഴിയേ ഉള്ളൂ. സർക്കാർ ഉദ്യോഗത്തിൽ താല്പര്യമില്ലാത്തവരെ സാറിന് കണ്ണെടുത്താ കണ്ടൂടാ. പറയുന്നതിലൊക്കെ ഒരു ന്യായം വേണ്ട ഉത്തമൻ ചേട്ടാ. ഞാനിപ്പോ ശ്രമിക്കുന്നത് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലിക്കാ. അതിനാ മോഹനേഷിന് സാറിന്റെ ശുപാർശ വേണ്ടത്. അക്കാര്യം പറയാൻ ചെല്ലുമ്പോ സർക്കാർ ഉദ്യോഗം നല്ലതെന്ന് ഞാൻ എങ്ങനെ പറയും? ഒരു കാര്യം നടക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ എന്ത് വേണം പറയാൻ ശ്രീദേവി? നമുക്കുള്ള ഇപ്പോഴത്തെ ആവശ്യം എന്താ? മോഹനേഷ് സാറ് നിന്റെ പേര് ശുപാർശ ചെയ്യണം. അതിന് വേണ്ടത് എന്താ? സാറിന് നിന്നെ പറ്റി നല്ല അഭിപ്രായം വേണം. സാറിന് നിന്നെ പറ്റി നല്ല അഭിപ്രായം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നീ സർക്കാർ ഉദ്യോഗത്തെ പുകഴ്ത്തി സംസാരിക്കണം. അത്രേ ഉള്ളൂ. പക്ഷേ ഞാനെന്ത് പറയാനാ? അങ്ങനെ എന്തെങ്കിലും കഥയുണ്ടാക്കി പറയാൻ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയുന്നതൊക്കെ അതുപോലെ സാറിന്റെ അടുത്ത് പറയണം. അത് നിന്നെ കൊണ്ട് പറ്റുമല്ലോ. പരമേശ്വരൻ ചേട്ടന്റെ മോളായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. എങ്ങനെയെങ്കിലും സാറിനെ കൊണ്ട് ശുപാർശ ചെയ്യിച്ചോളാന്ന് ഞാൻ പരമേശ്വരൻ ചേട്ടനോട് ഏറ്റുപോയി. ഇനിയിപ്പോ ഇതല്ലാതെ വേറെ വഴിയില്ലെന്ന്. ശരി, ഞാൻ എന്താ പറയേണ്ടത് അത് പറ. പറയാം, ശ്രദ്ധിച്ച് കേട്ടോണം. അതൊക്കെ അവിടെ പോയി അങ്ങനെ തന്നെ പറയുകയും വേണം. ശരി. അല്ല, ഈ ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയിരുന്നു. ഇന്നലെ ആ തേക്കങ്കാട്ടിലെ പരമേശ്വരൻ ചേട്ടൻ വിളിച്ചായിരുന്നേ. അത് ഈ പരമേശ്വരൻ ചേട്ടൻ ആകെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടില്ല. 3 പിള്ളേരെ പഠിപ്പിച്ചപ്പോഴേക്കും ആളാകെ സാമ്പത്തിക പ്രയാസത്തിലേ. മൂത്ത കുട്ടിയാണ് ശ്രീദേവി. അവള് ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുക. നമ്മുടെ ആ വിശ്വനാഥ് സാറിന്റെ ആഫീസിൽ ഒരു ഒഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് അവള് അപേക്ഷിച്ചിട്ടിരിക്കുക. അതുകൊണ്ട് അല്ല, ഇപ്പോഴത്തെ കാലമല്ലേ, ശുപാർശ ചെയ്യാതെ ഈ ജോലി കിട്ടാനൊക്കെ വലിയ പാടല്ലേ. ആള് മിടുക്കിയാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. വിശ്വനാഥ സാറും മോഹനേട്ടനും തമ്മിലുള്ള അടുപ്പം പരമേശ്വരൻ ചേട്ടൻ അറിയുകയും ചെയ്യാം. അതുകൊണ്ട് പരമേശ്വരൻ ചേട്ടൻ എന്നെ വിളിച്ച ശ്രീദേവിയുടെ കാര്യം ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ശുപാർശയുടെ കാര്യമെല്ലാം മോഹനേട്ടൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ശ്രീദേവി മോഹനേട്ടനെ കണ്ട് സംസാരിച്ചോട്ടെ എന്ന്. ഈ പരമേശ്വരൻ ചേട്ടൻ ആളൊരു പാവാ. എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ വിശ്വനാഥ സാറാണെങ്കിലും മോഹനേട്ടൻ പറയുന്നതിനപ്പുറം ഒരു കാര്യം ചെയ്യോ ഇല്ല. അതുകൊണ്ട് മോഹനേട്ടൻ, ഞാൻ അതാരാന്ന് നോക്കട്ടെ. കിട്ടിയില്ല. അതാരാണ് നോക്കിയിട്ട് ചുറ്റുപാത്രം എടുത്താരാ? മണി 9:30 ആയിട്ടുള്ളൂ. ഇനിയുണ്ടല്ലോ ഒരു 8 മിനിറ്റ് കൂടെ ഉണ്ട്. ശരി. ഗുഡ് മോർണിംഗ് ചേച്ചി. ഈ നാട്ടിലൊന്നും അല്ലേ ശ്രീദേവി ജീവിക്കുന്നത്. നിന്റെ ഈ ഗുഡ് മോർണിംഗ് മോഹനേട്ടൻ കേൾക്കാതിരുന്നത് ഭാഗ്യം. മോഹനേട്ടൻ വരുമ്പോ നമസ്കാരം എന്ന് മാത്രമേ പറയാവൂ. ബാക്കി കാര്യങ്ങളിൽ ഉത്തരം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ ശ്രീദേവി എന്താ പറയാൻ പോകുന്നത്? ഒന്ന് പറഞ്ഞു, ഞാനൊന്ന് കേക്കട്ടെ. അയ്യോ, നമസ്കാരം സർ. നമസ്കാരം. പരമേശ്വരൻ ചേട്ടന്റെ മോളാ. മോഹനേട്ടൻ നേരത്തെ പരിചയമുണ്ടോ? ഇല്ല. പക്ഷെ ഞാൻ സാറിനെ കണ്ടിട്ടുണ്ട്. എന്ന് ഓഫീസിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും. സാറ് കൃത്യസമയത്തല്ലേ പോളൂ. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലെ ക്ലോക്ക് ശരിയാക്കുന്നത് സാറ് പോകുന്ന സമയം നോക്കിയാ. അച്ഛൻ എപ്പോഴും പറയും, മനുഷ്യർക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൃത്യനിഷ്ഠയാന്ന്. അക്കാര്യത്തിൽ മോനേഷിനെ സ്ഥാനം തോപ്പിക്കാൻ വേറൊരാളില്ലാന്ന്. ശ്രീദേവി മിടിക്ക മോഹനേട്ടാ.
ഡിഗ്രിക്ക് 90% മാർക്കുണ്ടായിരുന്നു. ഇനിയും പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു സാർ. പക്ഷേ വീട്ടിലെ അവസ്ഥ വെച്ച് ഇപ്പൊ ഒരു ജോലി കിട്ടിയേ പറ്റൂ. ജോലി കിട്ടിയാലും പിന്നെയും പഠിക്കാലോ. ആ കണ്ടോ, പെൺകുട്ടികളായ ഇങ്ങനെ വേണമല്ലേ? എത്ര പഠിക്കാമോ അത്രയും പഠിക്കണം. ഒരു സർക്കാർ ജോലി കിട്ടണമെന്നായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. സർക്കാർ ജോലി എന്ന് പറഞ്ഞ ജനസേവനമാണല്ലോ. സർക്കാർ ജോലി കിട്ടുന്നവരെ കാത്തിരുന്ന വീട്ടിലെ കാര്യങ്ങൾ കുഴപ്പത്തിലാവും. അതുകൊണ്ട് തൽക്കാലത്തേക്കൊരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യാന്ന് കരുതി. എവിടെ ജോലി കിട്ടിയാലും ഞാൻ എപ്പോഴും ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കാരണം അതുപോലൊരു അന്തസ്സുള്ള ജോലി വേറെ ഉണ്ടോ? ഒരു സർക്കാർ ഉദ്യോഗസ്ഥയായാൽ എത്രയോ ജനങ്ങളെ സഹായിക്കാൻ പറ്റും. അതിനേക്കാൾ വലുത് വേറെന്താ ഉള്ളത്? ശ്രീദേവി പറഞ്ഞതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത്തരം മനോഭാവമുള്ള പെൺകുട്ടികൾ നമ്മുടെ നാട്ടിൽ വളരെ കുറവുമാണ്. ഞാൻ ശുപാർശ ചെയ്താൽ വിശ്വനാഥൻ സാർ ഉറപ്പായിട്ടും ശ്രീദേവിക്ക് ജോലി തരും. ജോലി കിട്ടിയാൽ അന്നു മുതൽ ശ്രീദേവി അവിടെ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി ജോലി ചെയ്യേണ്ട ആളുമാണ്. പക്ഷെ ശ്രീദേവിയുടെ മനസ്സിലെന്താണ്? ഒരു സർക്കാർ ജോലി അല്ലേ? വിശ്വനാഥൻ സാറിന്റെ അടുത്ത് ജോലി ചെയ്യുമ്പോഴും സർക്കാർ ജോലിയെ പറ്റി ചിന്തിച്ചുകൊണ്ടേയിരിക്കും, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും അല്ലേ? അപ്പോ വിശ്വനാഥൻ സാറിന്റെ ആഫീസിലെ ജോലിയിൽ വല്ല ആത്മാർത്ഥം കാണിക്കാൻ പറ്റുമോ? സ്വന്തം ജോലിയിൽ ഒരാത്മാർത്ഥതയുമില്ലാത്ത ഒരാളെ ഞാൻ എങ്ങനെ ശുപാർശ ചെയ്യും കുട്ടി? പറയൂ. ഞാൻ ശുപാർശ ചെയ്തയാൾ സത്യസന്ധമായി ജോലി ചെയ്യാതിരുന്നാൽ വിശ്വനാഥൻ സാറിന്റെ മുന്നിൽ ഞാൻ ആരാകും? പറയൂ. അത് മാത്രമല്ല, ശ്രീദേവി അവിടെ ജോലിക്ക് കയറി കുറച്ചു ദിവസം കഴിയുമ്പോൾ ഒരു സർക്കാർ ജോലി കിട്ടി സ്ഥലം വിട്ടു പോയാൽ വിശ്വനാഥൻ സാർ എന്നെ ചെയ്ത് വിളിക്കില്ലേ? അങ്ങനെയല്ല, ശ്രീദേവി ഒരു ആഗ്രഹം പറഞ്ഞു. ശരിക്കും ശ്രീദേവി വേറെ എവിടെ പോകില്ല. ശ്രീദേവിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ശ്രീദേവി തന്നെ എന്നോട് പറഞ്ഞു കഴിഞ്ഞല്ലോ. ശുപാർശ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അയ്യോ അയ്യോ, സംഗതി കുളമായി. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇതിനാണോ വക്കീലും ഉത്തമൻ ചേട്ടനും കൂടി എന്നെ നാടകം കളിപ്പിച്ചത്? കഷ്ടം. അങ്ങനെ എന്തൊരു വൃത്തിയുടെ മോഹനേട്ടനെ കാണിച്ചത്? എന്ത്? പരമേശ്വരൻ ചേട്ടന്റെ അവസ്ഥ മോഹനേട്ടൻ അറിഞ്ഞൂടെ? ശ്രീദേവിക്ക് ഒരു ജോലി കിട്ടിയ ആ കുടുംബത്തിന് അതൊരു ആശ്വാസം ആവില്ലേ? മോഹനേട്ടൻ വിചാരിച്ച ജോലി കിട്ടുമെന്ന് ഉറപ്പാ. എന്നിട്ടാണോ ഇങ്ങനെ കണിച്ചോരയില്ലാതെ പെരുമാറിയത്? വെറുതെ അല്ലല്ലോ. എന്തുകൊണ്ട് ഞാൻ ശുപാർശ ചെയ്യില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞത് നീയും കേട്ടതാണല്ലോ. എന്റെ വാക്ക് കേട്ട് വിശ്വനാഥൻ സാർ ശ്രീദേവിക്ക് ഒരു ജോലി കൊടുത്താൽ പിന്നെ ശ്രീദേവി കൃത്യമായി ജോലി ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം എന്റെ മാത്രമാണ്. ഇപ്പൊ ശ്രീദേവി തന്നെ പറഞ്ഞല്ലോ സർക്കാർ ജോലിയിട്ട് അപ്പൊ തന്നെ പോകുന്നു. അങ്ങനെ ഒരാളെ ഞാൻ എങ്ങനെ ശുപാർശ ചെയ്യും ഭാമേ? കുറച്ചു മുന്നേ മോഹനേട്ടൻ എന്താ പറഞ്ഞത്? സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രമേ ചിന്ത ഉണ്ടാവുള്ളൂ, നാട്ടുകാർക്ക് വേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കില്ലാന്ന്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരോ വലിയ വിശാല മനസ്കരാണെന്ന് പറഞ്ഞത് മോഹനേട്ടനാണ്. ഇതാണോ വിശാല മനസ്സ്? എന്റെ അറിവിൽ മോഹനേട്ടൻ ഇന്നേ വരെ മോഹനേട്ടന്റെ കാര്യമില്ലാതെ വേറെ ഒന്നും നോക്കിയിട്ടില്ല. മോഹനേട്ടൻ ആഫീസിൽ കൃത്യസമയത്ത് പോയി ജോലി ചെയ്യുന്ന പോലും പ്രമോഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മോഹനേട്ടന്റെ സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ. വേറൊരാൾക്കും അറിഞ്ഞുകൊണ്ട് ഒരു ഉപകാരം മോഹനേട്ടൻ ചെയ്യില്ല. മാത്രം കിട്ടിയില്ല. സൗകര്യമില്ല എടുത്തു തരാൻ. കഴിക്കാമെന്ന് ഉണ്ടാക്കി അടുക്കള വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ പാത്രത്തിലാക്കി തന്നെ കൊണ്ട് തിന്നു. ഹലോ. വക്കീല, ഞാനാണേ ഉത്തമൻ. എന്താ ഉത്തമ? ശ്രീദേവി അങ്ങോട്ട് വന്നിരുന്നാ? വന്നൂന്ന് മാത്രമല്ല,
നമ്മുടെ സകല പരിപാടിയും പൊളിയും ചെയ്തു. വില്ലേജ് ഓഫീസർ നമ്മൾ പറഞ്ഞതിന്റെ അപ്പുറം കണ്ടു. ശ്രീദേവിക്കൊണ്ട് ശുപാർശ ചെയ്യുന്ന പ്രശ്നമില്ലാന്ന് പറഞ്ഞു കളഞ്ഞു. വക്കീലെ സാറ് ശുപാർശ ചെയ്തു. എന്തേ? ഇന്നലെ വൈകുന്നേരം പരമേശ്വര ചേട്ടൻ മോഹനയുടെ സാറിനോട് കാര്യം പറഞ്ഞിരുന്നു. സാർ ഒന്നും പറഞ്ഞില്ല. വക്കീല് ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ശ്രീദേവിയെ വിളിച്ചു വരുത്തിയ കാര്യവും പറഞ്ഞു. അതിനുശേഷമാണ് ശ്രീദേവി അങ്ങോട്ട് വന്നത്. പക്ഷേ സാറെ ഇന്നലെ തന്നെ വിശ്വാസ് സാറിനോട് ശുപാർശ ചെയ്തിരുന്നു. ഇന്ന് രാവിലെ വിശ്വാസ് സാറിന്റെ ഓഫീസിൽ നിന്ന് വിളി വന്നപ്പോഴാണ് പരമേശ്വരൻ ചേട്ടൻ കാര്യം അറിയുന്നത് തന്നെ. അപ്പോഴേക്കും ശ്രീദേവി അങ്ങോട്ട് പോന്നിരുന്നു. പിന്നെ വക്കീലെ ശ്രീദേവിക്ക് ജോലി കിട്ടി. നാളെ ചെന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുക. മോഹനേഷ് സാറിനോട് നന്ദി പറയാൻ പരമേശ്വര ചേട്ടൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയുകയും ചെയ്തു. ഓ ശരി. ശരി 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 ശരി. എന്താണ്? ആരായിരുന്നു? ആരായിരുന്നു? ഉത്തമൻ. എന്താ കാര്യം? ശ്രീദേവിക്ക് ജോലി കിട്ടിയെന്ന്. എവിടെ? ഓണ്ട് അറിയാവുന്നല്ലേ? ഓണ്ട് തന്നെയല്ലേ ശ്രീദേവിയുടെ കാര്യം വിശ്വനാഥ് സാറിന്റെ അടുത്ത് പറഞ്ഞത്? എന്നിട്ട് ആ കാര്യം എന്നോട് പറയാതിരുന്നത് എന്തിന്? പരമേശ്വരൻ ചേട്ടന് എന്നോട് ഇന്നലെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ വിശ്വനാഥൻ സാറിനെ വിളിച്ചു. സാറ് സംഗതി ശരിയാക്കാമെന്നും പറഞ്ഞു. അതോടെ എന്റെ ജോലി തീർന്നു. പരമേശ്വരൻ ചേട്ടൻ നിന്നെ വിളിച്ചു എന്ന് നീ കുറച്ചു മുമ്പ് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി അതിനകത്തൊരു കള്ളത്തരമുണ്ട്. കാരണം നിന്നെ വിളിച്ചിരുന്നുവെങ്കിൽ പരമേശ്വരൻ ചേട്ടൻ ആ കാര്യം എന്നോട് പറയുമായിരുന്നല്ലോ. ശ്രീദേവി വന്ന് സർക്കാർ ജോലിയുടെ മഹത്വം കൂടി പറഞ്ഞപ്പോ സംഗതി മുഴുവൻ എനിക്കങ്ങ് മനസ്സിലായി. അതുകൊണ്ടാ ഞാൻ അപ്പോൾ അങ്ങനെ പറഞ്ഞത്. ശ്രീദേവി ദേഷ്യപ്പെട്ടാ പോയത്. അതങ്ങ് മാറിക്കോളും. വല്ലവരുടെയും വാക്ക് കേട്ട് ഓരോന്ന് ചെയ്യുന്നത് ബുദ്ധിയല്ല എന്ന് ശ്രീദേവി ഇനിയെങ്കിലും പഠിച്ചാൽ ആ കുട്ടിയെ കൊള്ളാം. ചോറ്റ് മാത്രം കിട്ടിയില്ല. മോഹനകൃഷ്ണൻ വാശിക്കാരനാണെങ്കിലും സ്നേഹമുള്ളവനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ സത്യഭാമയെയും കുറ്റം പറയാനാവില്ല. കാര്യങ്ങൾ നന്നായി വരണമെന്നേ വക്കീലും കരുതിയുള്ളൂ. എന്തായാലും കാര്യങ്ങൾ നന്നായി കലാശിച്ച നിലയ്ക്ക് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.